ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിൻ്റെ മലയാള ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നാളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും മലയാളമാണ് എക്സാം. അപ്പോൾ മലയാളം ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കഴിയുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കേട്ടിട്ട് പോയി നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 1. രാമകൃഷ്ണൻ കുമരനെല്ലൂരിൻ്റെ കാക്കിരി പൂക്കിരി എന്ന കവിത ഏത് കൃതിയിൽ നിന്നെടുത്തതാണ്? ഓപ്ഷൻ എ ഈച്ചയും പൂച്ചയും, തൂവൽ, പാത്തുമ്മയുടെ ആട്, പുഷ്പവാടി. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി തൂവൽ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം. കുമാരനാശാൻ്റെ ഒളിച്ചുകളി എന്ന കവിതയിലെ വരികൾ ശ്രദ്ധിക്കൂ. തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തൻ്റെ ശാഖയിൽ. അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം കണ്ടെത്തുക. ചില്ല, മരം, ഭൂമി, മാങ്ങ. അപ്പോൾ ഏതാണ് കറക്റ്റ്? മരം. ഇനി മൂന്നാമത്തെ ചോദ്യം. ഒരു കടങ്കഥ കേട്ടാലോ? അപ്പോൾ നമുക്ക് കേട്ടു നോക്കാം. പച്ചയിൽ പുളി, പഴുത്താൽ മധുരം, പഴങ്ങളുടെ രാജാവ്, ഞാൻ ആരാണെന്ന് പറയാമോ? അപ്പോൾ എന്താണ്? ഓപ്ഷൻ എ ഓറഞ്ച്, മുന്തിരി, പുളി, മാങ്ങ. അപ്പോൾ ഇനി ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് മാങ്ങ. ഇനി നാലാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ കുഞ്ചൻ നമ്പ്യാർ രൂപം നൽകിയ കലാരൂപം ഏത്? കഥകളി, പടയണി, ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്. ഏതാണ് കൂട്ടുകാരെ? ഓപ്ഷൻ സി ആണ് ഓട്ടൻതുള്ളൽ. ഇനി അഞ്ചാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന കൂട്ടത്തിൽ ശരിയായ അക്ഷരമാല ക്രമം പാലിക്കുന്നത് ഏത്? അപ്പോൾ ഏതാണ്? 4 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് കൂട്ടുകാർ വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി പ്രവർത്തനം 2 നോക്കാം. കടങ്കഥ നിർമ്മിക്കാം. ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അടിസ്ഥാനമാക്കി കടങ്കഥകൾ നിർമ്മിക്കൂ. അപ്പോൾ എന്താണ്? ഈ ചിത്രത്തിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അപ്പോൾ ഇവയെ വെച്ച് കടങ്കഥകൾ നിർമ്മിക്കാൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? കൂട്ടുകാർ പോകുമ്പോൾ കടങ്കഥ നോക്കിയിട്ട് വേണം പോവാനായിട്ട്. അപ്പോൾ നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കടങ്കഥ നോക്കി നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു റിവിഷൻ ക്ലാസ് ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. പ്രവർത്തനം 3. പ്രവർത്തനം 3. ഉത്സവപ്പറമ്പിലേക്ക്. അനുവിൻ്റെ നാട്ടിലെ ഉത്സവമാണ്. അനുവും അച്ഛനും അമ്മയും കൂടി ഉത്സവം കാണാനായി ഇറങ്ങി. വഴിയിൽ അത്രയും കച്ചവടക്കാരാണ്. കളിപ്പാട്ടങ്ങളും തട്ടുകടകളും മുറുക്കും പൊരിയും അങ്ങനെ എത്ര ആനകളാണ് അമ്മയെ നിലനിൽക്കുന്നത്? 1, 2, 3. അനു എണ്ണി 10 എണ്ണമുണ്ട്. അവൾ ആനയെ തൊടണം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ കൈ പിടിച്ച് ആനയുടെ അടുത്തേക്ക് നടന്നു. എന്ത് നീളമാ ആനയുടെ തുമ്പിക്കൈക്ക്! അവൾ അത്ഭുതമായി. അന്ന് അവൾക്ക് ഏറെ സന്തോഷമായി. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അനു തൻ്റെ ഡയറി എഴുതാൻ തുടങ്ങി. ഡയറി പൂർത്തിയാക്കാമോ? അപ്പോൾ എന്താണ്? നമ്മുടെ അനു ഉത്സവം കാണാൻ പോയിക്കാണ്. അപ്പോൾ അന്നത്തെ അനുവിൻ്റെ ഡയറി എഴുതണം. അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബോക്സ് വരച്ചിട്ട് ആദ്യം ഡേറ്റ് കൊടുക്കണം, ദിവസം കൊടുക്കണം. എന്നിട്ട് വേണം തന്നിരിക്കുന്ന പോലെ ദിവസം ഡേറ്റും കൊടുക്കുക. എന്നിട്ട് ഇന്നെന്താ? വളരെ സന്തോഷകരമായ ദിവസമായിരുന്നു. ഇന്ന് ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഉത്സവം കാണാനായിട്ട് പോയി. പിന്നെ അവിടെ കണ്ട കാഴ്ചകളെല്ലാം ഈ പാരഗ്രാഫിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകൾ കൂട്ടുകാർ എടുത്തെഴുതുക. എന്നിട്ട് ലാസ്റ്റ് എന്താ? ഇന്നെൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു ദിവസമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഡയറി അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഡയറി എഴുതുമ്പോൾ എന്താണ് കൂട്ടുകാരെ ശ്രദ്ധിക്കേണ്ടത്? ഒരു ബോക്സിലാക്കിയിട്ട് എഴുതുക, ദിവസം എഴുതുക, ഡേറ്റ് എഴുതുക. ഇന്ന് നല്ല ദിവസമായിരുന്നു അല്ലെങ്കിൽ ചീത്ത. ഇതിപ്പോൾ നല്ല ദിവസമായതുകൊണ്ട് നല്ല ദിവസമായിരുന്നു. ഇന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മൻ്റെയും കൂടെ ഉത്സവം കാണാനായിട്ട് പോയി. ഒരുപാട് കാഴ്ചകൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഈ കാഴ്ചകളൊക്കെ എഴുതുക. ഓക്കെ, എന്നിട്ട് അവസാനം എന്താ? ഇന്നത്തെ ദിവസം എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ് എന്ന് പറഞ്ഞിട്ട് ആ ഡയറി അങ്ങനെ അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഡയറി കൂട്ടുകാർക്ക് എന്തായാലും വരും. അപ്പോൾ കൂട്ടുകാർ നോക്കി പഠിച്ചിട്ട് വേണം, ഡയറിയുടെ ഒരു ഫോർമാറ്റ് പഠിച്ചിട്ട് വേണം പോവാനായിട്ട്. ഓക്കെ, നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 4.
പ്രവർത്തനം 4 പാചകക്കുറിപ്പ് തയ്യാറാക്കാം. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ മേരി അടുക്കളയിലേക്ക് ഓടി. ചായ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അച്ഛൻ. അച്ഛാ, നാളെ എൻ്റെ സ്കൂളിൽ പലഹാരമേളയാണ്. എനിക്കും എന്തെങ്കിലും പലഹാരം അച്ഛൻ ഉണ്ടാക്കി തരണം. ഇതുപോലെ നിങ്ങളുടെ സ്കൂളിലും പലഹാരമേള ഉണ്ടായില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പലഹാരത്തിൻ്റെ പാചകക്കുറിപ്പ് എഴുതാമോ? അപ്പോൾ ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? പലഹാരത്തിൻ്റെ പാചകക്കുറിപ്പ്. അപ്പോൾ നമ്മളിത് ക്ലാസ് എടുക്കുമ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ, ഒരു പലഹാരക്കുറിപ്പ്, ഒരു പാചകക്കുറിപ്പ് കൂട്ടുകാർ പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാനായിട്ട്. ഓക്കെ. പ്രവർത്തനം 5 പഴഞ്ചൊല്ല്. പയ്യെ തിന്നാൽ പനയും തിന്നാം. ഈ പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ? ധൃതിയോ തിടുക്കമോ ഇല്ലാതെ സാവകാശം ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് ഫലപ്രാപ്തി ഉണ്ടാകും എന്നാണ് ഈ പഴഞ്ചൊല്ല് നമ്മളോട് പറയുന്നത്. അപ്പോൾ എന്താണ്, ധൃതിയും തിടുക്കമൊന്നും കാണാണ്ട് നമ്മൾ ചെയ്താൽ അതിനൊരു ഫലം കിട്ടും. നമ്മൾ ധൃതി പിടിച്ച് ചെയ്യരുതെന്നാണ് പറയുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം കൂട്ടുകാർ വായിച്ചല്ലോ. ഇതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം എഴുതാമോ? അപ്പോൾ എന്താണ് പഴഞ്ചൊല്ല്? എല്ല് മുറിയെ പണി ചെയ്താൽ പല്ല് മുറിയെ തിന്നാം. അപ്പോൾ ഇതിൻ്റെ ആശയം എഴുതാനാണ്. അപ്പോൾ നമുക്കിത് കേട്ടാൽ തന്നെ മനസ്സിലാവും എന്താണ്. ഒരു ജോലി ചെയ്യുമ്പോൾ അത് കൃത്യമായി ചെയ്യണം. പക്ഷേ അതിൻ്റെ ഫലം പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ലഭിക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെ ലഭിച്ചാലും, അങ്ങനെ ചെറിയൊരു ഭാഗം ലഭിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നന്നായി പണിയെടുക്കണം. അപ്പോഴാണ് നമുക്ക് നന്നായി ജീവിക്കാൻ, എല്ലാവരുടെ മുമ്പിലും നന്നായി ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂട്ടുകാർ പഠിക്കാത്ത വല്ല ഭാഗങ്ങളും ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.